40 ദിനരാത്രങ്ങൾ അവൻ സഞ്ചരിച്ചു മരുഭൂമിയിലൂടെ. അങ്ങനെ ഏലിയ കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. നോക്കുക, പ്രവാചകനെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്, അപ്പവും വെള്ളവും നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശക്തി എവിടെ നിന്നാണ്? കർത്താവായ ഈശോ നമുക്ക് നൽകുന്ന ജീവന്റെ അപ്പം പരിശുദ്ധ കുർബാന. ഈ കുർബാനയിൽ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. മറ്റെങ്ങു നിന്ന് ശക്തി കിട്ടുന്നില്ല. ഏലിയായ്ക്ക് ദൈവം കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചപ്പോൾ 40 ദിവസം ഒന്നും ഭക്ഷിക്കാതെ അവന് മരുഭൂമിയിൽ ഹോറേബിലെത്താനായിട്ട് സാധിച്ചു. അവിടെ ഗുഹയിലിരിക്കുമ്പോൾ ദൈവം അവനോട് ചോദിച്ചു, ഏലിയ, നീ എന്തെടുക്കുകയാണ്? അപ്പോൾ ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയിൽ ഞാൻ എരിയുകയാണ്. ഏലിയായ്ക്കുണ്ടായ മാറ്റം കണ്ടോ? ആദ്യം എൻ്റെ പ്രാണനെ എടുത്താലും എന്ന് പറഞ്ഞ് ഇടറിപ്പോയ ഏലിയ ഇപ്പോൾ പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയിൽ ഞാൻ എരിയുകയാണ്. എന്താണ് അവന് കിട്ടിയത്? ദൈവം കൊടുത്ത അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നൽകിയ ഭക്ഷണം അവൻ്റെ ജീവിതത്തെ കരുത്തറ്റതായി മാറ്റുന്നു, ശക്തിയുള്ളതാക്കി മാറ്റുകയാണ്. അവൻ്റെ ഭയവും ഭീതിയും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവം ഇതാണ്. പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവമാകുന്നുണ്ടോ എന്ന ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഈ വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഇതിനെ തുടങ്ങുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ. ഈ കുർബാനയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉച്ചസ്ഥായിയും പരിശുദ്ധ കുർബാനയാണ്. എന്നോട് ഒരു സഹോദരൻ, നമ്മുടെ കൂട്ടായ്മയിലുള്ളൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ പോയി ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ കുർബാന കണ്ടിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായില്ല. എന്നാൽ അകത്തോലിക്കരുടെ ശുശ്രൂഷയിൽ പോയപ്പോഴാണ് എനിക്ക് അനുഭവം കിട്ടിയത് എന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ പോകുന്നു, പക്ഷേ ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ഇപ്പം ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു മനുഷ്യൻ, അദ്ദേഹം നമ്മുടെ ഒരു ജില്ലയിലെ വളരെ ശക്തനായൊരു കായിക താരമാണ്. അദ്ദേഹത്തിന് വയസ്സ് 50 കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലിലൊരു മുറിവുണ്ടായി. ആ മുറിവ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വിരൽ മുറിക്കണം. വിരൽ മുറിച്ചു. ആ മുറിവ് കൊണ്ട് നിന്നില്ല. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു വീണ്ടും കാല് മുറിക്കണം. ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞു കാല് മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഹൃദയം പൊട്ടി കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ കാല് കൊണ്ടാണ് ഞാൻ ഓടി. അദ്ദേഹം വാങ്ങിയ സമ്മാനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാലാണ് എൻ്റെ അഭിമാനവും സന്തോഷവും ശക്തിയും. ഈ കാലില്ലാതെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. മറ്റ് പലരുടെ പ്രാർത്ഥന കൊണ്ടും പ്രേരണ കൊണ്ടും ഒടുവിൽ അദ്ദേഹം കാല് മുറിച്ച് മാറ്റാൻ സമ്മതിച്ചു. കാല് മുറിച്ച് മാറ്റി. കുറേ മാസങ്ങൾ കൊണ്ട് കാലൊക്കെ ഉണങ്ങി വന്നു. പുതിയ വെപ്പുകാല് പിടിപ്പിച്ചു. വെപ്പുകാൽ പിടിപ്പിച്ച ശേഷം
അദ്ദേഹം ആദ്യമായിട്ട് എടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. എന്നിട്ട് അദ്ദേഹം കുർബാന കഴിഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, 50 വർഷം ഞാൻ എൻ്റെ എടവക പള്ളിയിലെ കുർബാന കണ്ടിട്ട് ഈശോയെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കാല് ഇല്ലാത്തവനായിട്ട്, ഒരു കാല് ഇല്ലാതെ വെപ്പുകാലമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ആ കുർബാനയിൽ ഞാൻ ഈശോയെ കണ്ടു. ഈ കുർബാനയിൽ ഞാൻ ഈശോയെ കണ്ടു. 50 വർഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ എടവക പള്ളിയിൽ പോയി നിന്ന് കൈ കെട്ടി നിന്ന് കുർബാന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് ഞാൻ കുർബാന കണ്ടിട്ട് പോരും. ഇതാണ് നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അനുഭവം ഉണ്ടാകാനായിട്ട് നമ്മൾ പോകുന്നില്ല. ഒരു സാമൂഹ്യമായിട്ടുള്ള കർമ്മം മാത്രമായിട്ട് നമ്മുടെ ബലിയർപ്പണം മാറിയാൽ നമുക്കത് അനുഭവമാവില്ല. മറിച്ച് ഇത് നമുക്ക് ആത്മശക്തിയാണ്. ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ശക്തിയാണ്. ഞാൻ ജീവിക്കുന്നത് പരിശുദ്ധ കുർബാന കൊണ്ടാണ്. ഇതെവിടെയും പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഇന്ന് വരെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എൻ്റെ 2 വാരിയെല്ലുകളും തകർന്നു പോയിട്ടുണ്ട് അപകടത്തിൽ. ഞാൻ ഏന്തിയും വലിഞ്ഞും കുർബാന ചൊല്ലി, മുടക്കിയില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നും നിൽക്കുകയാണ്. കുർബാനയാണ് ശക്തി. ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർക്കും സന്യസ്തർക്കും ഞങ്ങൾ എന്നും അർപ്പിക്കുന്ന ബലിയാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. ഈ കുർബാനയില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ശക്തിയാണ്. കുർബാന വലിയ ദൈവശക്തിയായിട്ട് ദൈവം തരുന്ന ജീവന്റെ ഭക്ഷണമാണ്. ഇത് ഭക്ഷിക്കാതെ നമുക്ക് ജീവിക്കുക അസാധ്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 24-ാം അധ്യായം 30-31 വചനങ്ങൾ. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാര് അവര് പോകുന്ന വഴിക്ക് ഈശോ അവരുടെ കൂടെ വന്നു. പക്ഷെ അവർക്ക് ഈശോയെ മനസ്സിലാകുന്നില്ല. ഈശോ അവരോട് സംസാരിച്ചു. ഒടുവിൽ അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവര് ഈശോയെ കണ്ടു. അത് ഈശോയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാര് പോയപ്പോൾ അപ്പം മുറിച്ച് നൽകുന്നതിന് മുമ്പ് ഈശോ ഒരു കാര്യം ചെയ്തിരുന്നു. അതെന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഈശോ ചെയ്തത്? ലൂക്കാസ് വിശേഷം 24-27. ഈശോ അവരോട് പറഞ്ഞു, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാണ് ഈശോ ചെയ്തത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ അനാഫറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വചനഭാഗമുണ്ട്. സഭയാകുന്ന അമ്മ വചനം തന്ന് നമ്മെ ഒരുക്കുകയാണ് കുർബാനയ്ക്കായിട്ട്. മിഷനില് പാലാരൂപതയ്ക്ക് അലീദാബാദ് ഒരു മിഷനുണ്ട്. ആ മിഷനിൽ പോയ അവസരത്തിൽ കാണാൻ കഴിഞ്ഞ മനോഹരമായൊരു കാഴ്ചയുണ്ട്. മുഴുവൻ ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണ്. ഷെഡിലാണ് കുർബാന എന്ന് പറയുന്നത്, പള്ളിയൊന്നുമില്ല. പക്ഷെ കുർബാനയ്ക്ക് വരുന്നവരെല്ലാം ബൈബിളുമായിട്ടാണ് വരുന്നത്. കുഞ്ഞു കുട്ടികള്, അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ഒക്കെയാണ്. വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. പക്ഷെ അവർ വരുന്നത് ബൈബിളും കയ്യിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കുർബാനയ്ക്ക് ലേഖനം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ ആ ഭാഗം അവരെടുത്ത് വെച്ച് നോക്കിയിരിക്കുകയാണ് അതിനത്തിലേക്ക്. ഈ പാവപ്പെട്ട മനുഷ്യര് ഇതാ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വചനം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റാത്തത് കൊണ്ട് കുർബാന അനുഭവം ഉണ്ടാകുന്നില്ല.
എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പോയ വഴിക്ക് മുഴുവൻ പറഞ്ഞതെന്താ? അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അവരവരുടെ വ്യഗ്രതകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വ്യഗ്രതകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ദൈവാനുഭവം കിട്ടില്ല. ഈശോ അവരോട് അവരുടെ വ്യഗ്രതയൊക്കെ മാറ്റിയിട്ട് വചനം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മോശ മുതല് എല്ലാവരും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവയെ കുറിച്ച് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. വചനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവരെ കുർബാനയ്ക്ക് ഈശോ ഒരുക്കി കൊണ്ടുവന്നത്. ഈശോ അവരെ ഒരുക്കുകയായിരുന്നു. വചനം കൊടുത്ത് കുർബാനയ്ക്കായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ ഒരുക്കി. അവരുടെ വ്യഗ്രതയൊക്കെ മാറ്റി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റുക. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ ദൈവവചനം നന്നായിട്ട് വായിക്കണം, പറയണം, അത് പങ്കുവെക്കണം. ഇത് ചെയ്താൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. വചനം വഴി ഒരുക്കപ്പെട്ട ഹൃദയത്തിലാണ് കുർബാന അനുഭവം, രക്ഷാനുഭവം സ്വന്തമാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായി തീരണമെങ്കിൽ നമ്മുടെ വ്യഗ്രതകളൊക്കെ മാറ്റി എന്ത് ചെയ്യണം? കർത്താവായ ഈശോ മിശിഹായുടെ മനോഭാവത്തോടു കൂടി നമുക്ക് ബലിയർപ്പിക്കാൻ പറ്റണം. കർത്താവായ ഈശോ മിശിഹായുടെ മനോഭാവത്തോടു കൂടി സ്വയം ശൂന്യമാക്കിക്കൊണ്ട്, സ്വയം തന്നെ താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോഴാണ് ഈശോ, രക്ഷകനായ ഈശോ നമ്മിൽ രൂപപ്പെടുന്നത്. ഒരു പ്രായം ചെന്ന മനുഷ്യൻ ആശുപത്രി കിടക്കുകയാണ്. അദ്ദേഹത്തിന് മക്കൾ പറഞ്ഞു മരിക്കാറായി. അദ്ദേഹം മക്കളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് കാണണം. ഞാൻ ഓടിച്ചെന്നു. മരിക്കുന്നതിന് മുമ്പ് കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവേ, എനിക്ക് 80 വയസ്സുണ്ട്. ഇനി അധികകാലം ഞാൻ ജീവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ 80 വയസ്സിനുള്ളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ ഞാൻ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി, ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഈ ലോകം വിടാനായിട്ട് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ ആ ബലിയുടെ ശക്തി ആ മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ കർത്താവിന് ചേരാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതല്ലേ മക്കളെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ലോകത്തുണ്ടാക്കിയ സമ്പത്തോ ഇരുന്ന പദവികളോ ഈ ലോകത്തിൽ നേടിയ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല മരണം മുന്നിൽ കാണുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നത്, സന്തോഷം നൽകുന്നത്. കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഞാൻ പാലിച്ചു, അതിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതെൻ്റെ മിടുക്കല്ല, പ്രത്യുത ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് നൽകിയ ശക്തിയാണ്, കരുത്താണ്. ഇത് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് ഇടയാകണം. അപ്പൊ ദൈവത്തിൻ്റെ വചനം എന്തിനാണ് നിങ്ങളെല്ലാം ഈ വചനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ചങ്ങനാശ്ശേരി അതിരൂപത മക്കളെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് വചനം കേൾക്കാൻ വേണ്ടിയിട്ട്. പ്രിയങ്കരനായ നമ്മുടെ സഖിയോൻ ടീമിനെയും കൊണ്ടുവന്ന് നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടി വചന വിരുന്ന് തരുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ നിന്നുള്ള കുറവ്, ഞാനങ്ങ് മലയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കരച്ചിൽ എൻ്റെ ചെവിയിൽ പതിക്കുന്നുണ്ട്. ഇത് ഞാൻ ഹൃദയം പൊട്ടി നിങ്ങളോട് പറയാം. ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും നിലവിളി, അവരൊന്നും പല കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
ഇപ്പോഴത്തെ തലമുറ വഴിപഴിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, ഈ മക്കളുടെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് പറയുക തുറന്നു. വചനം കിട്ടാത്ത മക്കളുടെ നിലവിളി. നമ്മുടെ കേരളക്കരയിലൊക്കെ എത്രയോ ദേവാലയങ്ങളും നമ്മുടെ വിശ്വാസമൊക്കെ എത്ര ആഴത്തിലുള്ളതാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് വചനം കിട്ടുന്നില്ല. ഈ വചനം കിട്ടാത്ത ആത്മാക്കളുടെ നിലവിളിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോട് എനിക്ക് ഉള്ള അപേക്ഷ അതാണ്. മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അവർ വളരട്ടെ. പക്ഷെ ഒപ്പം വചനം കൂടി കൊടുക്കണം, വചനം കൂടി അവർക്ക് കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ മാതാപിതാക്കളെ നിങ്ങൾ വചനം കൂടി കൊടുത്ത് അവരെ വളർത്തുക. അവര് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം സന്തോഷവും തരും. അവരെ ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയും. ദൈവത്തിൻ്റെ വചനത്തോടും കർത്താവിൻ്റെ ബലിപീഠത്തോടും ദേവാലയത്തോടും ചേർത്ത് മക്കൾ വളർന്നു വന്നാൽ അവരെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകും. അവർ വഴി നമുക്ക് സന്തോഷവും. അവരാരും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. എവിടെ പോയാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവര് ദൈവവചനത്തിൻ്റെ ശക്തിയിൽ, കിട്ടിയ വചനത്തിൻ്റെ സമ്പത്തിൽ അവര് തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വചനത്തിനായിട്ട് നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തി ഉണ്ടാവണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം വചനവുമായിട്ട് ബന്ധപ്പെട്ട്. എൻ്റെ അടുക്കൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്ക് 50 വയസ്സുണ്ട്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനനും യജമാനത്തിയും എന്നും വഴക്കാണ്. രണ്ടുപേർക്കും നല്ല പ്രായമൊക്കെ ഉണ്ട്. മക്കള് 3 പേര് ഓസ്ട്രേലിയയിലാണ്. ഇവർ 2 പേരും മാത്രമേ വീട്ടിലുള്ളൂ. അവരെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഈ പാവ സ്ത്രീ എല്ലാ ദിവസവും ഇവരുടെ വഴക്ക് കേട്ട് ചീത്ത പറച്ചിലാണ്. എന്തിനാ ചീത്ത പറയുന്നറിയാവോ? പണ്ട് കല്യാണ സമയത്ത് ഈ ഭാര്യയുടെ അപ്പം പറഞ്ഞിരുന്ന 5 ഏക്കറിൽ 3 ഏക്കറെ കൊടുത്തിട്ടുള്ളൂ, 2 ഏക്കർ ഇനിയും കൊടുക്കാനുണ്ട്, കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ് ഈ 80-ാം വയസ്സിൽ പോരോട് പോര് എല്ലാ ദിവസവും വീട്ടിൽ ബഹളമാണ്. ചീത്ത, ഒരാൾ വേറൊരാളെ ചീത്ത പറയും, മറ്റൊരാൾ ചീത്ത പറയും. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് വാ. അവർ വന്നപ്പോൾ ഞാൻ അവരോടൊരു അപേക്ഷ വെച്ചു. 30 ദിവസം തുടർച്ചയായിട്ട് ഇടവപ്പള്ളിയിലെ കുർബാനയ്ക്ക് പോകണം. വീട്ടിൽ വണ്ടിയുണ്ട്, ഒരു ഡ്രൈവറെ വിളിച്ചാൽ പള്ളിയിൽ പോകാൻ പ്രയാസമൊന്നുമില്ല, പോകണമെന്ന് വെച്ചാൽ പോകാം. 30 ദിവസം അടുപ്പിച്ച് ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കണം, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. എന്നിട്ട് ഞാൻ അവർക്ക് നല്ലൊരു എക്സസൈസ് കൊടുത്തു. സങ്കീർത്തന പുസ്തകം 2 പേരോടും പറഞ്ഞു, 150 സങ്കീർത്തനങ്ങളുണ്ട്, 75 ഭാഗിച്ചെടുത്ത് 2 പേരും കൂടി 30 3 മാസം കൊണ്ട് എഴുതി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്നോട് ആദ്യം അടഞ്ഞു, എനിക്കതിന് നേരമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും അദ്ദേഹം എന്തോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതി 3 മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു അവര്. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ, പാവപ്പെട്ട ആ സ്ത്രീ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഒരു വഴക്കുമില്ല, ശാന്തത, ചീത്ത പറച്ചിലില്ല, തെറി പറച്ചിലില്ല. മാത്രമല്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് ഈ വചനം എഴുതി കുർബാനയിൽ പോകുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാകുന്ന മാറ്റം. കർത്താവായ ഈശോ നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മിലുള്ള എല്ലാ തിന്മകളും മാറുകയാണ്. അതെല്ലാം മാറി വിശുദ്ധീകരിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. 2 തിമോത്തി 3,
16-17 വചനങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റ് തിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവർത്തികൾ ചെയ്യാൻ പര്യാപ്തനാകുകയും ചെയ്യും. ഇതാണ് ദൈവവചനം കിട്ടുന്നതുകൊണ്ടുള്ള വിശുദ്ധ ലിഖിതങ്ങൾ വഴി ഉണ്ടാകുന്ന മെച്ചം എന്താണെന്ന് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിന്, ശരിയായൊരു പ്രബോധനത്തിന്, ശാസനത്തിനും തെറ്റ് തിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവർത്തികൾ ചെയ്യാൻ പര്യാപ്തനാകുകയും ചെയ്യും. ഇന്ന് ശരിയും തെറ്റും നെല്ലും പതിരും തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുഴയുന്ന മനുഷ്യർ സഹോദരങ്ങളെ നമുക്ക് കാണാം. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായൊരു ഭാഗമുണ്ട്. 2 രാജാക്കന്മാർ 4:38 മുതൽ 41 വചനം. 2 രാജാക്കന്മാർ 4:38 മുതൽ 41 വരെയുള്ള വചനങ്ങൾ. എലീഷ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും, ഇവിടെയുള്ളവർക്കെല്ലാം നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താ? അവിയൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അവിയൽ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ ഓടി ചെന്ന് ഭൃത്യന്മാർ കാട്ടിലുണ്ടായിരുന്ന പഴങ്ങളും ധാന്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അത് കൊണ്ടുവന്നെല്ലാം മുറിച്ച് ഒന്നാന്തരമായിട്ട് പാത്രത്തിലിട്ട് വേവിച്ച്, കിട്ടിയതൊക്കെ വേവിച്ച് അവിയലാക്കി. ആ കൂടെ അറിയാതെ കാട്ടുമുന്തിരിങ്ങായി അവർ പറിച്ച് മുറിച്ചിട്ടു. ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞപ്പോൾ കഴിച്ചവർ പറഞ്ഞു, പ്രവാചക, മരണം ഭക്ഷണത്തിൽ പതിയിരിക്കുന്നു. ഞാനിത് പറഞ്ഞത്, ഈ ലോകത്തിൽ നമ്മളെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മരണകരമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അറിയാതെ എലീഷായുടെ ഭൃത്യന്മാർ ചെയ്തതുപോലെ കാട്ടുമുന്തിരിങ്ങ വിഷമാണ്. നമ്മുടെ ജീവിതത്തിന് വിഷമാവുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ പ്രവാചകനെ വിളിച്ചവർ പറഞ്ഞു, പ്രവാചക, ഭക്ഷണത്തിൽ അപകടം. പ്രവാചകൻ പറഞ്ഞു, ഒരു പിടി മാവ് കൊണ്ടുവരിക. ഈ മാവ് കുഴച്ച് അതിനകത്തിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഈ പ്രവാചകൻ പഴയ നിയമത്തിൽ ഈ സംഭവം കാണുമ്പോൾ, ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തോട് ബന്ധപ്പെടുമ്പോൾ, ഈ പ്രവാചകൻ എലീഷയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ലോകത്തിൽ സഭയുടെ സാന്നിധ്യമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ സഭ നൽകുന്ന കൃത്യമായ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ചും കൃത്യമായിട്ട് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അനേകം പേര് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. വിവാഹം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുടുംബം വേണമെന്നുണ്ടോ? ഭ്രൂണഹത്യ നടത്തിയാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം നടക്കുന്നുണ്ട്. കത്തോലിക്ക തിരുസഭ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സഭയുടെ പ്രബോധനങ്ങൾ മതി, നമുക്ക് ഇതാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നോമ്പിൻ്റെ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാം. നോമ്പ്, ഉപവാസവും എല്ലാം വഴി നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ്. സത്യവും നീതിയും സാഹോദര്യവും സ്നേഹവും ഒക്കെ പുലരാനിടയാകുന്ന നോമ്പും ഉപവാസവും നമുക്ക് നടത്താം. ഇതൊന്നുമില്ലാതെ നോമ്പ് ഉപവാസവും ഇല്ല. ഇതിലൂടെയൊക്കെ നമുക്കുണ്ടാവേണ്ട മാറ്റം അതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഉണരുന്നതും ഉറങ്ങുന്നതും മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ്. മനുഷ്യരുടെ കരച്ചിലുകൾ, ഉണരുമ്പോഴും എഴുന്നേൽക്കുന്നതും. അവസാനം കരഞ്ഞ് ഞാനും ഇപ്പോൾ കരയും എന്നൊരവസ്ഥയിലാണ്. എന്താണ് ഈ മനുഷ്യർ കരയുന്നത്? ലോകം മുഴുവനുള്ള മനുഷ്യരാണ്.
പല കാര്യങ്ങൾക്ക് അവർ ഫോണിലൂടെയും നേരിട്ടും അല്ലാതെ എഴുത്തിലൂടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താ? ഞങ്ങളുടെ കുറ്റവർ ഉടയൊക്കെ ICUയിലാണ്, വെന്റിലേറ്ററിലാണ്, നാളെ ഡോക്ടറുടെ റിപ്പോർട്ട് വരും, എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കപ്പെടുന്ന ദിവസമാണ്. വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, വിവാഹപ്രായമായിട്ട് മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല, ജോലിയില്ല, വിദേശത്ത് പോകാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു, നടക്കുന്നില്ല, സമ്പത്തെല്ലാം ഇല്ലാതായി ജപ്തി ഭീഷണിയിലാണ്, 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇന്ന് രാവിലെ എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു മകനും മകളുമാണ്, ഞാൻ 2 പ്രാവശ്യം എനിക്ക് അറ്റാക്ക് വന്നു, ഇനി അടുത്ത അറ്റാക്ക് എപ്പോഴാണെന്ന് അറിയില്ല, എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്കുള്ള മകളെ കെട്ടിച്ചു വിടണം, അവളൊരു നിലയിലെത്തി കാണണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം എനിക്കറിയാം 2 തവണ അറ്റാക്ക് വന്നു, വീണ്ടും എൻ്റെ സ്ഥിതി ഒട്ടും മോശമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ മനുഷ്യരെല്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവായ ഈശോയിൽ ആശ്രയിക്കാം. ഈശോയാണ് രക്ഷകൻ. രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സൗഖ്യപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ രോഗാവസ്ഥയെ അല്ലെങ്കിൽ ഈ പ്രതികൂല അവസ്ഥയെ അതിജീവിക്കാൻ വേണ്ട കൃപ ദൈവം നമുക്ക് തരും, യാതൊരു സംശയവുമില്ല. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു പല പ്രാവശ്യം, 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ വേദന മാറി കിട്ടിയില്ല. പൗലോസിനോട് ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, ഇത് മതി. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപ സമൃദ്ധമായി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.